ഇവിടെ തന്നെ മലപ്പുറം പിന്നെ CI മങ്കട CI മേലാറ്റൂർ CI ഉൾപ്പെടെയുള്ള ടീമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഏറ്റവും വലിയ ഉയർന്ന രൂപത്തിൽ പ്രചരണം അവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ജനസമൂഹം ഒന്നിച്ച് കരുവാരകുണ്ട് ടൗൺ ഉപരോധിക്കുന്നു എന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആളുകൾ ഇവിടെ 10-50-100 താഴെ ആളുകളെ ഉള്ളൂ. നമ്മളിവിടെ നമ്മുടെ ആ പ്രതിഷേധം എന്നുള്ള രൂപത്തിൽ കരുവാരകുണ്ട ജനങ്ങളുടെ ആകെ പിന്തുണയ്ക്ക് വേണ്ടി നമ്മളിതൊന്ന് പ്രകടനമായിട്ട് അവിടെ പോകും. കിഴക്കേത്തല ചുറ്റി ബസ് സ്റ്റാൻഡ് വന്ന് ആ ഒരു സൈഡിൽ ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു ഉപരോധ സമരം നടത്തി അരമണിക്കൂർ മഴയാണ്, കാലാവസ്ഥയാണ്, അതിനനുസരിച്ച് പിരിഞ്ഞു പോകണം. പിന്നെ അതിനുശേഷം നമ്മളൊരു ഡിമാൻഡും കാര്യങ്ങളും നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ എന്നൊരു 2 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം തുടർന്ന് വീണ്ടും നമ്മൾ വലിയ രൂപത്തിലുള്ള സമരങ്ങൾക്ക് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്. ജനങ്ങൾ വസിക്കും മേഖലയാണ് ജനങ്ങൾ വസിക്കും മേഖലയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കരുവാരകുണ്ടിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് കടുവ, പുലി, ആന തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളാൽ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അത് അവരുടെ ഒരു ആശങ്ക, അവരുടെ ഭീതി അകറ്റാൻ വേണ്ടി അധികാരികൾ കണ്ണു തുറക്കണം എന്നുള്ള ഒരു കാര്യവുമായിട്ട് മലയോര ജനത ഇന്ന് കരുവാരകുണ്ടിൽ കിഴക്കേത്തലയിൽ ഒരു പ്രതിഷേധ സംഗമം നടന്നു. അത് പ്രതിഷേധ റാലിയോടുകൂടി ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങി കിഴക്കേത്തല ചുറ്റി വീണ്ടും ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന രീതിയിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത്. 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഒരുപാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും മഴ ഉണ്ടായതുകൊണ്ടും ശക്തമായ മഴ പെയ്തിട്ടും ആ ഒരു പ്രതിഷേധ പ്രകടനം നടന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ഒരു വാർത്ത നിങ്ങൾ കണ്ടു. നമ്മുടെ ഒരു കടുവയ്ക്ക് വെച്ച കെണിയിലാണ് പുലി അകപ്പെട്ടത്. എന്തായാലും പിന്നീടുള്ള കൂടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത്.